യേശുവിൽ പ്രിയരെ, തിരുസഭ മാതാവ് ഇന്ന് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുക വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ ജീവിതത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തുന്ന മനോഹരമായ സുവിശേഷം. നസ്രത്തിലെ ഈശോ സ്നാനപ്പെടുന്ന സുവിശേഷമാണ്. ഇങ്ങനെയാണ് വചനം പറയുക: അവൻ ജലത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇറങ്ങാൻ പോയ യേശുവിനെ വിശേഷിപ്പിക്കുക സുവിശേഷം ഇങ്ങനെയാണ്: നസ്രത്തിൽ വന്ന ഈശോ ജലത്തിൽ ഇറങ്ങി സ്നാനം ചെയ്തു. ഇതവൻ്റെ നാമവിശേഷണമാണ്. ആരാണ് ഈശോ? നസ്രത്തിൽ നിന്ന് വന്ന ഈശോ, ഒരു മനുഷ്യൻ, സാധാ മനുഷ്യൻ. പക്ഷേ സ്നാനം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ സത്യയെ സ്വർഗം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. ഇവൻ്റെ സത്ത ഇതാണ്: ഇവൻ്റെ ഉള്ളിൽ എൻ്റേതായ കയ്യൊപ്പ് ഉണ്ട് എന്ന സത്ത. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തിരിച്ചറിവാണ്. പിന്നീട് അങ്ങോട്ട് ഈശോയെ നമ്മൾ കാണുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായിട്ടാണ്, ലോകത്തിൻ്റെ സാധാ മനുഷ്യനായിട്ടല്ല. കാരണം അവൻ്റെ ചെയ്തികളും പ്രവൃത്തികളും എല്ലാം പിന്നീട് സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ളതായിരുന്നു. കാണുന്നവർക്കൊക്കെ കരുണ കൊടുക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന, പാപികളെ ചേർത്ത് പിടിക്കുന്ന, വേദനിക്കുന്നവന് ആശ്വാസം കൊടുക്കുന്ന, വിശക്കുന്നവന് അപ്പമായി തീരുന്ന, ദാഹിക്കുന്നവന് ജലമായി തീരുന്ന, ഭയമുള്ളവന് ആസ്വാന്തനമായി തീരുന്ന വലിയ സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ളവനായും അവിടുന്ന് മാറുകയാണ്. എപ്പോഴാണ്? ഈ ഭൂമിയിലെ ചെറുതിലേക്ക് ഇറങ്ങാൻ തയ്യാറായപ്പോൾ, ഈ ഭൂമിയിലെ മനുഷ്യർ ഒന്നാകുന്ന ആ ജലത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായപ്പോൾ, സ്വർഗത്തിൻ്റെ അരൂപി അവനെ സ്വന്തമാക്കുവാൻ ഭൂമിയിൽ ചെയ്യുന്ന കൗദാശിക ജീവിതത്തിലേക്ക് അവൻ ചുരുങ്ങിയപ്പോൾ, സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യനാണെന്ന് സ്വർഗം ലോകത്തോട് വെളിപ്പെടുത്തുന്ന മനോഹരമായ സുവിശേഷം. ഇതൊരു വെല്ലുവിളിയുടെ സുവിശേഷമാണ്. നമ്മളൊക്കെ ഈ സ്നാനപ്പെട്ടവരല്ലേ? വിശുദ്ധ മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരുപക്ഷെ ക്രൈസ്തവരല്ലാത്തവർക്ക് പോലും ഈ ഒരു ആഗ്രഹത്താലുള്ള മാമോദീസയിൽ മുങ്കപ്പെട്ടവരാണ്. പക്ഷെ ചോദ്യം ഇതാണ്: സ്വർഗത്തിൻ്റെ സ്വരം എപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മോനെ, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. മോളെ, നീ എൻ്റെ പ്രിയപ്പെട്ടതാണ്. പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എന്തായി മാറിയിട്ടുണ്ട്? ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാണെങ്കിൽ ദൈവത്തിൻ്റെതായ മുഖഭാവങ്ങളും മാനസിക വികാരപരമായ ജീവിത ശൈലികളുമൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്വരം നമുക്ക് ഒരിക്കലും കേൾക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവരുടെ സ്വരം അത് കരുണയുടെ സ്വരമാണ്. അവൻ്റെ കാഴ്ചകളെല്ലാം കരുണയുടെ കാഴ്ചയാണ്. അവൻ്റെ പ്രവൃത്തികളെല്ലാം കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഈശോ പിന്നീട് എപ്പോഴും ഒരു കരുണയുടെ മുഖമായിട്ട് കണ്ടുമുട്ടുന്നത്. കാൽവരിയിൽ കരുണയ്ക്കായി അവിടുന്ന് ബലിയർപ്പിച്ചത് അതുകൊണ്ടല്ലേ? മനുഷ്യകുലത്തോടുള്ള അപാരമായ സ്നേഹത്തെ പ്രതി ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഠോരമായ വേദന ഏറ്റെടുക്കാൻ കാരണം സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മനുഷ്യൻ അത് മറന്നില്ല എന്നുള്ളതാണ്. ദൈവമേ, ഞാൻ ഈ ഭൂമിയിലേക്ക് എന്തിനു വന്നു? എന്തിന് ഞാൻ ജീവിക്കുന്നു? ആർക്ക് വേണ്ടി ജീവിക്കുന്നു? എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി, അപ്പൻ്റെ ഹിതത്തോട് ഞാൻ ചേർന്ന് ജീവിക്കണമെന്ന് പഠിപ്പിച്ച് കാൽവരിയിൽ നമുക്ക് വേണ്ടി കരുണയുടെ മുഖമായി തീർന്ന, ഇന്നും അൾത്താരയിൽ കരുണയായിത്തീരുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇവൻ എൻ്റെ പ്രിയപ്പെട്ട മകനെന്ന ആ ജ്ഞാനസ്നാന സമയത്തെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ വിശുദ്ധ മാമോദീസയിലൂടെ മുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ഉള്ളിൽ വന്ന ഒരു സ്വരം ഇതാണ്: മോനെ, നീ എൻ്റെ പ്രിയപ്പെട്ടതാട്ടോ, ഇനി അങ്ങനെ വളരണം. മോളെ, നീ എൻ്റെ പ്രിയപ്പെട്ടതാണ് കേട്ടോ, ഇനി അങ്ങനെ വളരണം. പക്ഷേ ജീവിതത്തിൻ്റെ ആ സ്വരം നമുക്ക് തിരിച്ചറിയാതായി പോകുന്നു എന്നുള്ളതാണ്. ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ ഓടി നടക്കുക മനുഷ്യർ. ആരെ കൊല്ലണം, ആരെ തിന്നണം, ആരുടെ തട്ടിയെടുക്കണം, ആരെ നശിപ്പിക്കണം, ആരെ തള്ളിക്കളയണം, ആരെ മാറ്റി നിർത്തണം, ഒറ്റപ്പെടുത്തണമെന്ന് ചിന്തിച്ച് മനുഷ്യൻ്റെ കരുണയുടെ മുഖമെല്ലാം വികൃതമാക്കപ്പെടുകയാണ്. മൃഗത്തെ പോലെ ആയിത്തീരുക. ഒരു വേള നമുക്കറിയാതെ ചിന്തിച്ചു പോകാം, എന്തുകൊണ്ടാണ് മൃഗമൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന ചോദ്യത്തിന് മനുഷ്യൻ അങ്ങനെയല്ലേ? മനുഷ്യൻ മൃഗത്തെ പോലെയായി, വ്യത്യാസമില്ലാത്തവരായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ പാവപ്പെട്ട മൃഗങ്ങളെ നമ്മൾ വിധി എഴുതുന്നതിനേക്കാൾ കഠോരമായി വേദന അനുഭവിക്കുന്നുണ്ട് ദൈവത്തിന് നമ്മളെ ഓർത്ത്. നമ്മളൊരു മനുഷ്യനെ വേദനിപ്പിക്കും, അത് വാക്കുകൊണ്ട് കൊല ചെയ്യുന്നവരുണ്ട്.
നോട്ടം കൊണ്ട് കൊല ചെയ്യുന്നവരുണ്ട്, മാറ്റി നിർത്തി കൊല ചെയ്യുന്നവരുണ്ട്. ഇന്ന് കൊലപാതകങ്ങൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കരുണയുടെ മുഖമാകുവാൻ, കാരുണ്യത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ വാക്കുകളായി തീരുവാൻ, പ്രവർത്തനങ്ങളായി തീരുവാൻ സുവിശേഷം ഇന്ന് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്നാനപ്പെടേണ്ട ആവശ്യകതയുണ്ട്. വിശുദ്ധ മാമോദീസയിലൂടെ സ്നാനപ്പെട്ടവരാണ്. പക്ഷേ ആ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ സ്നാനം നമ്മൾ തിരിച്ചു പിടിക്കണം. സ്നാപക യോഹന്നാൻ്റെ എളിമ നമ്മൾ കണ്ടതാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അതാണ് സ്നാനപ്പെട്ടവൻ്റെ പ്രത്യേകത, എളിമയുടെ പ്രത്യേകത, കരുണയുടെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ്, നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്, നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യരാണെങ്കിൽ ആ ഹൃദയത്തിൻ്റെ നൈർമല്യത്തോടെ ജീവിച്ചു തീർക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.